ജനുവരി 17-ന് പിണറായി സർക്കാർ പുതിയ ഗവർണറുടെ തനി സ്വഭാവം മനസ്സിലാക്കും. രാജ്ഭവനിൽ തന്നെ സന്ദർശിച്ച ചീഫ് സെക്രട്ടറിയോട് തന്റെ നിലപാട് സുവ്യക്തമായി ഗവർണർ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ പിണറായിയുടെ നയപ്രഖ്യാപനം വായിക്കാൻ പുതിയ ഗവർണറെ സംസ്ഥാന ഭരണകൂടം കണ്ടെത്തേണ്ടി വരും. കേന്ദ്ര സർക്കാരിനെതിരെ പിണറായി വിജയൻ സർക്കാർ എഴുതിക്കൂട്ടിയിരിക്കുന്ന ഒരക്ഷരവും പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വായിക്കില്ല. നയപ്രഖ്യാപനത്തിന്റെ കരട് കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിരുന്നു. ഇതിൽ കേന്ദ്ര സർക്കാരിനെതിരെ കുറിക്കുകൊള്ളുന്ന വിമർശനങ്ങളാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. കേരളത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതിലും വായ്പാ പരിധി ഉയർത്താൻ അനുവദിക്കാത്തതിലും കൃത്യമായ വിമർശനങ്ങളാണ് നയപ്രഖ്യാപനത്തിലുള്ളത്. വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായം നൽകാതെ കേന്ദ്ര സർക്കാർ കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന രാഷ്ട്രീയ ആരോപണവും കേരള സർക്കാർ ഉന്നയിക്കുന്നുണ്ട്. വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ തോന്നാത്ത അലിവ് മറ്റേത് കാര്യത്തിൽ തോന്നും എന്ന ചോദ്യവും സർക്കാർ ഉന്നയിക്കുന്നുണ്ട്. വയനാട് ദുരന്തത്തിൽ കേരളത്തിന്റെ വികാരങ്ങൾ തകർത്തതിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് നയപ്രഖ്യാപനത്തിലുള്ളത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകാണ് നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കിയത്. ഇത് മന്ത്രിസഭായോഗം അംഗീകരിക്കുകയായിരുന്നു. മയത്തിൽ മാത്രമാണ് ആദ്യ കരടിൽ കേന്ദ്ര വിമർശനം ഉണ്ടായിരുന്നത്. ഇതിന്റെ കാഠിന്യം മന്ത്രിസഭായോഗം വർദ്ധിപ്പിക്കുകയായിരുന്നു. പുതിയ ഗവർണറാകുമ്പോൾ വിമർശനം കടുപ്പത്തിലിരിക്കട്ടെ എന്നായിരുന്നു മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തിൽ പറഞ്ഞത്. ഇപ്പോൾ ഗോവയിലുള്ള ഗവർണർ 13-ന് മടങ്ങി വന്നാലുടൻ നയപ്രഖ്യാപനത്തിന്റെ കരട് രാജ്ഭവനിലെത്തും. ടീം പിണറായിയെ ഓടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. ഇനി ഗവർണർക്ക് മുന്നിൽ ചില വഴികളുണ്ട്. തനിക്ക് ഹിതകരമല്ലാത്ത വിമർശനങ്ങൾ ഒഴിവാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാം. എന്നാൽ സർക്കാർ ഇത് ഒഴിവാക്കണമെന്നില്ല. കാരണം അത് സർക്കാരിന്റെ നയം മാത്രമാണ്. ഇനി ഗവർണർ വിയോജിക്കുന്ന ഭാഗങ്ങൾ അദ്ദേഹത്തിന് വായിക്കാതെ വിടാം. ബാക്കി ഭാഗം വായിച്ചാലും നയപ്രഖ്യാപനമായി എന്നതാണ് സത്യം. രാജ്യത്തെ ഏറ്റവും ചെറിയ നയപ്രഖ്യാപന പ്രസംഗമാണ് കഴിഞ്ഞ വർഷം നിയമസഭയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വായിച്ചത്. 1.24 മിനിറ്റിൽ 2 ഖണ്ഡിക വായിച്ച് പ്രസംഗം അവസാനിപ്പിച്ച ഗവർണർ ഭരണപ്രതിപക്ഷാംഗങ്ങളെ ഒരുപോലെ അമ്പരപ്പിച്ചു. ദേശീയ ഗാനം ഉൾപ്പെടെ ആകെ 2.45 മിനിറ്റേ ഗവർണർ ഡയസിലുണ്ടായിരുന്നുള്ളൂ. കാലാവധി കഴിഞ്ഞ ഗവർണറുടെ അവസാന നയപ്രഖ്യാപനമായിരുന്നു അത്. മുൻപ് 1.5 മുതൽ 2.5 മണിക്കൂർ വരെ എടുത്ത് പ്രസംഗം വായിച്ചിട്ടുള്ള ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിലെ ഏറ്റവും ചെറിയ നയപ്രഖ്യാപനത്തിന്റെ റെക്കോർഡ് ജ്യോതി വെങ്കിടാചലത്തിന്റെ പേരിലായിരുന്നു. 1982 ജനുവരി 29-ന് 4 മിനിറ്റിൽ പ്രസംഗം തീർത്തു. കെ കരുണാകരന്റെ ഇടക്കാല സർക്കാരിന്റെ നയപ്രഖ്യാപനം ഇടതംഗങ്ങളുടെ ബഹളത്തിൽ മുങ്ങിപ്പോയി. പ്രതിഷേധം കാരണം പഴയ നിയമസഭാ മന്ദിരത്തിന്റെ പിൻവാതിലിലൂടെ കയറിയ ഗവർണർ ആദ്യത്തെയും അവസാനത്തെയും ഖണ്ഡികകൾ വായിച്ച് നിർത്തുകയായിരുന്നു. അന്ന് 6 മിനിറ്റിൽ സഭ പിരിഞ്ഞു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് ആദ്യ അവസാന ഖണ്ഡികകൾ മാത്രം വായിച്ച് ഗവർണർ നയപ്രഖ്യാപനം നടത്തിയത്. പല ഗവർണർമാരും പ്രസംഗം പൂർണ്ണമായി വായിക്കാതിരുന്നിട്ടുണ്ട്. 1995 ജനുവരി 25-ന് ഗവർണർ ബി രാജയ്യ അനാരോഗ്യം കാരണം 12 മിനിറ്റിൽ പ്രസംഗം തീർത്തിരുന്നു. ആന്ധ്ര ഗവർണറായിരിക്കെ പട്ടം താണുപിള്ളയ്ക്ക് നയപ്രഖ്യാപന ദിവസമായ 1967 മാർച്ച് 20-ന് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായി. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം സ്പീക്കർ BV സുബ്ബറെഡ്ഡിയാണ് നയപ്രഖ്യാപനം നടത്തിയത്. രാഷ്ട്രപതിയോ ഗവർണറോ അല്ലാതെ നയപ്രഖ്യാപനം വായിച്ച ഏക വ്യക്തി എന്ന റെക്കോർഡ് സുബ്ബറെഡ്ഡിക്കായി. നയപ്രഖ്യാപനത്തിനെത്തിയപ്പോൾ തനിക്കെതിരെ പ്രതിഷേധമുണ്ടായതിന് പിണങ്ങിയ ഗവർണറാണ് NN വാഞ്ചു. പഴയ നിയമസഭാ മന്ദിരത്തിലായിരുന്നു സമ്മേളനം. പിൻവാതിലിലൂടെ എത്തി നയപ്രഖ്യാപനം നടത്തിയ വാഞ്ചു രാജ്ഭവനിൽ തിരിച്ചെത്തിയ ശേഷം ആഭ്യന്തര സെക്രട്ടറി കാളീശ്വരനെ വിളിച്ചുവരുത്തി പൊട്ടിത്തെറിച്ചു. 2001 ജൂൺ 29-ന് ഗവർണർ സുഖ്ദേവ് സിംഗ് കാങ് നയപ്രഖ്യാപനത്തിലെ 4 ഖണ്ഡികകൾ വായിക്കാതെ വിട്ടു. മുൻ LDF സർക്കാരിന്റെ തോൽവിക്ക് കാരണം അഴിമതിയും അക്രമവും ദുർഭരണവുമാണെന്ന് വിശദീകരിക്കുന്ന ഖണ്ഡികകളാണ് വിട്ടത്. മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗമായതിനാൽ അവ സഭാരേഖയിൽ നിലനിന്നു. AK ആന്റണി ആയിരുന്നു മുഖ്യമന്ത്രി. 2018-ൽ ജസ്റ്റിസ് P സദാശിവം നയപ്രഖ്യാപനം പൂർണ്ണമായി വായിച്ചിരുന്നില്ല. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഭാഗങ്ങൾ വിട്ടുകളഞ്ഞു.
ആക്ടിംഗ് ഗവർണറായിരുന്ന HR ഭരദ്വാജ് 2012-ലും 2013-ലും 4 ഖണ്ഡിക വീതം ഒഴിവാക്കിയിരുന്നു. ഇത്തരത്തിൽ പല ഗവർണർമാർക്കും പല ശൈലിയാണെങ്കിലും കഴിഞ്ഞ ദിവസം തമിഴ്നാട് നിയമസഭയിൽ നടന്നത് അമ്പരപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. ദേശീയ ഗാനത്തെ അപമാനിച്ചെന്നാരോപിച്ച് നയപ്രഖ്യാപനം വായിക്കാതെ തമിഴ്നാട് ഗവർണർ RN രവി നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നയപ്രഖ്യാപനത്തിന് മുൻപ് ദേശീയ ഗാനം ആലപിക്കണമെന്ന നിർദ്ദേശം സ്പീക്കർ തള്ളിയതോടെയായിരുന്നു ബഹിഷ്കരണം. തുടർന്ന് സ്പീക്കർ M അപ്പാവു നയപ്രഖ്യാപനം വായിച്ചു. തുടർച്ചയായ 2ാം വർഷമാണ് ഗവർണർ നയപ്രഖ്യാപനം വായിക്കാതെ സഭയിൽ നിന്ന് മടങ്ങുന്നത്. വസ്തുതാപരവും ധാർമ്മികവുമായ തെറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ വർഷം വായിക്കാതിരുന്നത്. ഗവർണറുടെ നടപടി ബാലിശമാണെന്നും തമിഴ്നാട്ടിലെ ജനങ്ങളെ അപമാനിക്കുന്നത് ഗവർണർ ശീലമാക്കിയിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രതികരിച്ചിരുന്നു. തമിഴക വെട്രിക്കഴകം നേതാവ് വിജയും ഗവർണറുടെ നടപടിയെ വിമർശിച്ചു. അതേസമയം ഗവർണർ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം സർക്കാർ സൃഷ്ടിച്ചുവെന്ന് മുഖ്യപ്രതിപക്ഷമായ അണ്ണാ DMK ആരോപിച്ചു. സംസ്ഥാന ഗാനമായ തമിഴ് തായ്വാഴ്ത്ത് ആലപിച്ചുകൊണ്ടായിരുന്നു തിങ്കളാഴ്ച രാവിലെ നിയമസഭാ സമ്മേളനം ആരംഭിച്ചത്. തുടർന്ന് ദേശീയ ഗാനം ആലപിക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടുവെങ്കിലും സ്പീക്കർ തയ്യാറായില്ല. തമിഴ് തായ്വാഴ്ത്ത് നയപ്രഖ്യാപനത്തിന് മുൻപും ദേശീയ ഗാനം നയപ്രഖ്യാപന ശേഷവും ആലപിക്കുന്നതാണ് കീഴ്വഴക്കമെന്നാണ് സ്പീക്കറുടെയും സർക്കാരിന്റെയും വാദം. നിയമസഭയിൽ ദേശീയ ഗാനത്തെ അപമാനിച്ചതിനാലാണ് ഗവർണർ ഇറങ്ങിപ്പോയതെന്ന് രാജ്ഭവൻ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ വിശദീകരിച്ചു. ദേശീയ ഗാനത്തെ ആദരിക്കുക എന്നത് ഭരണഘടനാ പ്രകാരമുള്ള കടമയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണറുടെ നയപ്രഖ്യാപനം വായിക്കുന്നതിന് മുൻപും ശേഷവും ദേശീയ ഗാനം ആലപിക്കാറുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ വർഷവും ദേശീയ ഗാനം നയപ്രഖ്യാപനത്തിന് മുൻപ് ആലപിക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ നയപ്രഖ്യാപനത്തിന് ശേഷം ദേശീയ ഗാനം ആലപിക്കുന്നതാണ് കീഴ്വഴക്കമെന്ന് സ്പീക്കർ മറുപടി നൽകുകയും ചെയ്തിരുന്നു. 2023-ൽ നയപ്രഖ്യാപനത്തിലെ പല ഭാഗങ്ങളും ഗവർണർ വായിക്കാതെ വിട്ടതും സർക്കാരുമായുള്ള തർക്കത്തിന് കാരണമായിരുന്നു. പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഗവൺമെന്റ് സഭയോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാ നടപടികളും തീരുമാനങ്ങളും സഭയെ അറിയിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. ഈ വ്യവസ്ഥിതി നിലനിൽക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ഗവൺമെന്റ് ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളുടെയും വിശദമായ ഒരു വിവരണം വർഷാരംഭത്തിൽ ഗവൺമെന്റ് സഭയെ അറിയിക്കാറുണ്ട്. ബ്രിട്ടനിൽ നിന്നാണ് ഈ നടപടിക്രമം നമ്മുടെ ഭരണഘടനയിൽ സ്ഥാനം പിടിച്ചത്. പക്ഷേ സഭയെ ഇക്കാര്യങ്ങൾ അറിയിക്കുന്നത് ഗവൺമെന്റിന്റെ തലവനല്ല, രാഷ്ട്രത്തിന്റെ തലവനാണ്. നമ്മുടെ ഭരണഘടന അനുസരിച്ച് പാർലമെന്റിലെ നയപ്രഖ്യാപനം രാഷ്ട്രപതിയാണ് നിർവഹിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ അത് ഭരണഘടനാ തലവനായ ഗവർണറാണ് നിർവഹിക്കേണ്ടത്. അപ്പോൾ നയപ്രഖ്യാപനം എന്ന് പറയുന്നത് ഗവൺമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സഭയെ അറിയിക്കുന്ന നടപടിയാണ്. ഭരണഘടനയുടെ 176-ാം അനുച്ഛേദത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തെക്കുറിച്ച് പ്രധാനമായി 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, വർഷത്തിൽ ആദ്യം നടത്തുന്ന സഭാ സമ്മേളനം ആരംഭിക്കേണ്ടത് ഗവർണറുടെ പ്രസംഗത്തോടെ ആയിരിക്കണം. 2, ആ പ്രസംഗത്തിൽ സഭ വിളിച്ചുകൂട്ടാനുണ്ടായ കാരണങ്ങൾ എന്താണെന്ന് ഗവർണർ സഭയെ അറിയിക്കണം. RSS നേതാവായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കേരള ഗവർണർ ആക്കിയതിന് പിന്നിൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ചില ലക്ഷ്യങ്ങളുണ്ട്. അത് പിണറായി വിജയനുള്ള യമണ്ടൻ പണിയാണ്. ഇതുവരെ കണ്ടതൊന്നുമല്ല, ഇനി നടക്കാൻ പോകുന്നതാണ് കളിയെന്ന് ആർലേക്കർ പറഞ്ഞു വയ്ക്കുകയാണ്. BJPക്ക് ഒരു പാർലമെന്റ് സീറ്റ് വാങ്ങി നൽകിയ ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാർ ഗവർണർ ആക്കിയതിലൂടെ അദ്ദേഹത്തെ കേന്ദ്രം ആദരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ നിയമിച്ചത് പെട്ടെന്നായിരുന്നു. നിയമനം വരെ വാർത്തകൾ പുറത്തു പോയിരുന്നില്ല. ബീഹാർ ഗവർണറായിരുന്നു ആർലേക്കർ. എന്നാൽ ആർലേക്കർ RSS BJP നേതാവ് കൂടിയായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമുക്കറിയാം, ആരിഫ് മുഹമ്മദ് ഖാനും ചില രാഷ്ട്രീയ കളികളൊക്കെ കേരളത്തിൽ കളിച്ചിട്ടുണ്ട്. ആർലേക്കറും അത്തരത്തിലൊരു നീക്കത്തിലേക്കാണ് കടക്കുന്നത് എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഗവർണർ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പദവിയല്ല. ഭരണഘടന നിർവഹിക്കേണ്ട, ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കേണ്ട ഒരു കസേരയാണ്. പക്ഷേ അവിടെ രാഷ്ട്രീയം കളിക്കുന്നത് ഒട്ടും ഉചിതമല്ല. ഇതിനെ ശക്തമായി തന്നെ കേരളവും എതിർക്കും എന്നുള്ളത് ഉറപ്പാണ്.
സംസ്ഥാന സർക്കാരുമായി വിവിധ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നത തുടരുന്നതിനിടെയാണ് ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റിയത്. 2019 സെപ്റ്റംബർ 6 കേരള ഗവർണറായി ചുമതലയേറ്റ ആരിഫ് മുഹമ്മദ് ഖാൻ 2 പിണറായി സർക്കാരുകളുടെ കാലത്തായി 5 വർഷവും സർക്കാരുമായി നേരിട്ടുള്ള പോരാട്ടത്തിൽ തന്നെയായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ഒരളവ് വരെ പിണറായി സർക്കാരുമായി ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ അവർക്ക് വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ പുതിയ ഗവർണർ അങ്ങനെയല്ല എന്നാണ് വിവരങ്ങൾ. 2026 കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോഴാണ് ആർലേക്കറെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ചില കണക്കുകൂട്ടലുകളൊക്കെ തന്നെ കേന്ദ്രത്തിനുണ്ട്. ഭരണഘടനാ പദവി നിർവഹിക്കാൻ വേണ്ടി മാത്രമല്ല ആർലേക്കറെ കേരളത്തിലേക്ക് തട്ടിയിരിക്കുന്നത്. ചില രാഷ്ട്രീയ കളികൾക്ക് വേണ്ടി തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ്. ഒരു കാരണവശാലും പിണറായിയുമായി രമ്യത പുലർത്തേണ്ട എന്ന സന്ദേശമാണ് പുതിയ ഗവർണർക്ക് കേന്ദ്രം കൊടുത്തിരിക്കുന്നത്. 2026 3-4 സീറ്റുകളെങ്കിലും വാങ്ങി നൽകണമെന്നാണ് BJP പുതിയ ഗവർണറെ നിയമിച്ചതിലൂടെ തിട്ടം വയ്ക്കുന്നത്. എന്തായാലും വരുന്ന ആളുകൾ പിണറായിക്കും കൂട്ടർക്കും അത്ര നല്ലതല്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.